ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 6th സ്റ്റാൻഡേർഡിലെ ഹിന്ദി ആനുവൽ എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അല്ലേ, സാമാന്യ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. पहले 15 मिनट का कूल ऑफ टाइम प्रश्न पत्र वाचन के लिए, देन कूल 6 प्रश्न है, സബി ഉത്തർ ലിഖ്ന അനിവാര്യ ഹെ, പ്രശ്ന 2 और 5 ഹെ, വികൽപ ഹെ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ ഇതുപോലെ നിർദ്ദേശങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് ഒന്നാമത് നൽകിയിരിക്കുന്ന സൂചന നോക്കാം. മുന്നു की स्वतंत्रता कहानी का यह अंश पढ़ें और प्रश्नों के उत्तर लिखें. എന്താ കൂട്ടുകാരെ പറഞ്ഞിട്ടുള്ളത്? മുന്നു की स्वतंत्रता എന്ന കഹാനിയിലെ, കഹാനി എന്ന് പറഞ്ഞ കഥയല്ലേ, കഥയിലൊരു ഭാഗമാണ് നമുക്ക് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പം അത് വായിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. मैं जब भैया की तस्वीरों वाली मोटी पुस्तक को ध्यान से देखने लगा, तब तुमने पुस्तक छीन ली और मुझे डांटा. मैंने उसमें से की एक ही तस्वीर तो अपने लिए फाड़ी दी. അപ്പോൾ നമ്മൾ പഠിച്ച പാഠഭാഗത്ത് നിന്നുള്ളൊരു പാരഗ്രാഫാണല്ലോ, ഒരു ഭാഗമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? തസ്വീരോം വാലി മോട്ടി പുസ്തക് കിസ്കി ഹെ. തസ്വീരോം വാലി മോട്ടി പുസ്തക് കിസ്കി ഹെ എന്നാണ് അല്ലേ ഫസ്റ്റ് ചോദ്യം. എന്താണ് ചോദിക്കുന്നത്? ഇവിടെ നോക്കൂ, തസ്വീരോം വാലി മോട്ടി പുസ്തക് കിസ്കി. കിസ് എന്ന് പറഞ്ഞാൽ ആരുടേത് അല്ലേ. അപ്പം ചിത്രങ്ങളുള്ള വലിയ പുസ്തകം ആരുടേതാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? മുന്നുനെ ജവഹർലാൽ നെഹ്റുജിക്കോ ക്യാ ലിഖാ ഹോഗ. മുന്നു ജവഹർലാൽ നെഹ്റുവിന് എന്തായിരിക്കും എഴുതിയിട്ടുണ്ടാവുക? പത്ര തയ്യാർ കരേ. ഒരു പത്രം എഴുതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ, ആ കത്ത് എഴുതണ ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നുണ്ടല്ലോ ആ കഥയിൽ. അപ്പോൾ എന്തൊക്കെയായിരിക്കും ആ പത്രത്തിൽ, ആ കത്തിൽ നമ്മുടെ മുന്നു ജവഹർലാൽ നെഹ്റുവിനെ എഴുതിയിട്ടുണ്ടാവുക എന്നാണ് നമ്മൾ എഴുതേണ്ടത് അല്ലേ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? തസ്വീരോം വാലി മോട്ടി പുസ്തക് കിസ്കി ഹെ. വലിയ ചിത്രങ്ങളുള്ള വലിയ പുസ്തകം ആരുടേതാണ്? ബയ്യയുടേതാണ് അല്ലേ. ആൻസർ എന്താണ്? ബയ്യ എന്ന് എഴുതാം. അപ്പം നമുക്ക് ആൻസർ എഴുതാം, ബയ്യാക്കി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ബയ്യാക്കി. ഓക്കെ, ഇത് നെക്സ്റ്റ് നമ്മളോട് ലെറ്റർ ആണ് അല്ലേ, പത്രമാണ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പത്രം എഴുതുമ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് എഴുതാം? നെയ്ത്, ലിസ്റ്റ്, പ്ലേസ് എഴുതാം. ദെൻ താരിഖ് എഴുതാം അല്ലേ. ദെൻ എന്ത് എഴുതാം? പ്യാരെ ചാച്ച നെഹ്റുജി. സ്നേഹം നിറഞ്ഞ ചാച്ച നെഹ്റു. മേ മുന്നുഹും, ഞാൻ മുന്നുവാണ്. ഗേൽത്ത ബാഗ്ത ലഡ്കാഹും. പാർ മേം ദുഃഖി എന്ന ഞാൻ എന്താണ്? വളരെ ദുഃഖത്തിലാണല്ലേ. ക്യോംകി മുജെ സ്വതന്ത്രത നഹി ഹെ. ക്യോംകി മീൻസ് എന്തെന്നാൽ നമ്മൾ ബിക്കോസ് എന്ന് പറയില്ലേ, അതാണ് ഇവിടെ. ക്യോംകി മുജെ സ്വതന്ത്രത നഹി, എനിക്ക് എന്തില്ല? സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. आप सुनिए, मैं अपने भैया की फाउंटेन पेन फर्श पर लिखने वक्त माम ने नाराज होकर वह छीन ली. പിന്നെ ഓരോ ഉണ്ടായ സംഭവങ്ങളും പറയാണ്. ഭയ്യയുടെ പേൻ ഉപയോഗിച്ച് നോക്കുമ്പോൾ, ഫൗണ്ടൻ പെൻ ഉപയോഗിച്ച് നോക്കുമ്പോൾ അമ്മ എന്നെ ചീത്ത പറഞ്ഞു. മാംജി മുझे ഗരം ദൂത് ടാൻകർ പിലാത്തി ഹേ, മുझे സടക് പർ ഗേൽനെ നെഹി ദേത്തി. അമ്മ എന്ത് ചെയ്യും? എന്നെ നിർബന്ധിച്ചിട്ട് എന്ത് ചെയ്യും? പാല് കുടിപ്പിക്കും. അതുപോലെ തന്നെ എന്ത് ചെയ്യും? മുझे സടക് പർ ഗേൽനെ നെഹി ദേത്തി, എന്നെ റോഡിൽ എന്ത് ചെയ്യില്ല? കളിക്കാനൊന്നും വിടില്ല. पेटना पहनकर मैं स्वतंत्र होकर खेलना चाहता हूँ, लेकिन माँ मुझे ജബർദസ്തി പേഡ് പഹ്ന ദേത്തി ഹെ. എന്താണ്? പേഡ് എന്നും ധരിക്കാതെ എനിക്ക് എന്ത് ചെയ്യണം? കളിക്കണം അല്ലേ. അതിനൊന്നും ആരും അനുവദിക്കില്ല, അമ്മ അനുവദിക്കില്ല. ഭയ്യാക്കി തസ്ബീർ പുസ്തക് ദേഖ്നേക്ക് സ്വതന്ത്രത ബി മുജെ നഹി. ഭയ്യയുടെ ഒന്ന് പുസ്തകം കാണാൻ പോലും എന്തില്ല, എനിക്ക് സ്വാതന്ത്ര്യമില്ല. ബാപ്പുജിക്ക് ദവാത് സെ സ്യാഹി രംഗ് കർ ജണ്ട ബനാത്തെ വക്ത് മാംനെ ഉസ്ക അപമാൻ കിയ. എന്താ പറയുന്നത്? बापूजी को दवात से ही जंग कर झंडा बनाते वक्त माम ने उसका अपमान किया. देन मुझे रोने की स्वतंत्रता भी नहीं. എനിക്കൊന്ന് കരയാൻ പോലുള്ള സ്വാതന്ത്ര്യം ഇല്ല. ക്യാ യേ ആസാദി, ഇതാണോ? ഇതെന്താണ്? ഇതാണോ സ്വാതന്ത്ര്യം? ഇസ്ലിയെ അപ് അമ്മക്കോ ലിഖിയെ കി മുझे സच्ची സ്വതന്ത്രത ദേ ദേ, ഐസേ കരേം തോ മുझे ബഡി ഖുഷി ഹോഗി. അമ്മയോട് പറയണല്ലേ, എനിക്ക് എന്ത് ചെയ്യണം? എനിക്ക് സ്വാതന്ത്ര്യം തരണമെന്ന് എൻ്റെ അമ്മയോട് പറയണം എന്ന് പറയാണല്ലേ. ഐസ കരേം തോ മുझे ബഡി ഖുഷി ഹോഗി. അങ്ങനെ ചെയ്യണമെങ്കിൽ എനിക്ക് വളരെയധികം സന്തോഷമാകും. പ്യാർ സെ ആപ്കാ മുന്നു ഹസ്താക്ഷർ. അപ്പം ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ലെറ്റർ പഠിച്ച് വെക്കുക. ഓക്കെ, പ്യാർ സെ സ്നേഹത്തോടെ, ആപ്കാ മുന്നു ഹസ്താക്ഷർ. ഹസ്താക്ഷർ എന്ന് പറഞ്ഞാൽ ഒപ്പല്ലേ, സിഗ്നേച്ചർ ആണല്ലേ. അപ്പം ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ലെറ്റർ എഴുതാൻ പഠിച്ച് വെക്കുക.
ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ओके देन सूचना उल्टा पुल्टा कविता का यह अंश पढ़ें और प्रश्नों के उत्तर लिखें. ഉൾട്ടാ പുൾട്ട എന്ന കവിതയിലെ വരികളാണല്ലോ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ചലത്തെ ചലത്തെ നീച്ചലെ ചത് സെ ഗിർത്തി ജബ് ചിപ്കലി ചപ്പാക് दुरंत संभल जाती उस क्षण ही उड़ले देती अपने आप ऊपर ही डाली से बंद सब आ गिरता है नीचे झटपट पकड़ दूसरी डाली हंसता है आंखों मीचे. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഊപ്പർ കി ഡാലി സെ ഗിർത്തെ വക്ത് ബന്ദർ ക്യാ കർത്താ ഹേ എന്നാണ്. മുകളിൽ കൊമ്പെന്ന് വീഴുമ്പോൾ കുരങ്ങൻ എന്താണ് ചെയ്യുന്നത് എന്നാണല്ലേ. കുരങ്ങൻ എന്താ കൂട്ടുകാരെ ചെയ്യണത്? ഉടൻ തന്നെ അടുത്ത കൊമ്പ് കയറി പിടിക്കുന്നുണ്ടല്ലേ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ചിത്രയ്ക്ക് ആദ കവിതാസെ ഉചിത് പങ്ക്തിയാം ചുൻകർലികെ. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ചിത്രത്തിനെ ആധാരമാക്കിയിട്ട് എന്ത് ചെയ്യണം? അതിനെ ബേസ് ചെയ്തിട്ട് വരുന്ന അനുയോജ്യമായ വരികൾ ഈ കവിതയിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചോദ്യത്തിൻ്റെ ആൻസർ എഴുതാം. അപ്പോൾ എന്താണ് മുകളിൽ കൊമ്പെന്ന് വീഴുമ്പോൾ കുരങ്ങൻ എന്താ ചെയ്യണത്? യെസ്, ജഡ്പഡ് വഹ് ദൂസരി ഡാലി പർ പകഡ്താ ഹേ, അതായത് ഉടൻ തന്നെ അടുത്ത കൊമ്പിൽ പിടിക്കുന്നു അല്ലേ. ഈ ആശയം വരുന്ന വരികൾ ഏതാണ്? ചലത്തെ ചലത്തെ നിചലെ ചത്സെ ഗിർത്തി ജബ് ചിപ്കിലി ചപ്പാക് തുരന്ത് സംഭൽ ജാത്തി ഉസ് ക്ഷൺ ഹി ഉഡ്ചൽ ദേത്തി അപ്നെ ആപ്. ഈ വരികളാണല്ലേ അതേ ആശയം വരുന്നത്. ഓക്കെ, ഇതേ വരികളാണ് ആശയം വരുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സൂചന ഇച്ചു ഓർ ബിനിയ കഹാനി കാ അംശ് പഠേം ഓർ പ്രശ്നോ കെ ഉത്തർ ലിഖേം. ഇച്ചു ഓർ ബിനിയ എന്ന കഹാനിയിലെ ഒരു ഭാഗമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്യണം? അത് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ചോദ്യം നമുക്ക് ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. ഇച്ചു ഈ ചിംട്ടിയ മിഠായി കൈസി ढूंढ लेती. घूमते घूमते अगर कोई चींटी मिठाई के पास पहुंच जाए तो सबको बता देती है. वो अकेले दौड़े ही गा सकते हैं, सब मिलकर गाते हैं, मिलकर घर बनाते हैं, मिलकर रहती है, तब वो मुझको भी चींटी बननी है, बिनिया बोली. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പ്രസ്താവ് പഠേം ഒരു സഹി വികൽപ്പ് ചുൻകർ ലിഖേ. ഇവിടെ പ്രസ്താവ് എന്താ കൊടുത്തിട്ടുള്ളത്? ചീണ്ടി അക്കേലെ ദോടി ഹി गा सकती है. देन घूमते घूमते अगर कोई चींटी मिठाई के पास पहुंच गए. देन चींटी सब मिलकर गाती है. देन घूमते अगर कोई चींटी मिठाई को पास पहुंच न जाए. അപ്പോൾ ഇതിൽ എന്താണ്? ഉറുമ്പുകൾ എങ്ങനെയാണ് മിഠായി കണ്ടെത്തുന്നത്? ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. വികൽപ്പ് നോക്കൂ. ആ ഓർ ഈ സഹീഹെ. ആയും ഈയും, അതായത് ഈ ഒരു പ്രസ്താവനയും ഈ ഒരു പ്രസ്താവനയും ഇതും ശരിയാണെന്നാണ് പറയുന്നത്. ദെൻ ഈ ഓർ ഈ സഹി, ഇതും ശരിയാണെന്നല്ലേ. ദെൻ ആ ഓർ ഈ സഹി, ആയും ഈയും ശരിയാണെന്ന് പറയുന്നുണ്ട്. ദെൻ ആ ഓർ ഈ സഹിഹെ, ദെൻ ആ ഓർ ഈ സഹി, ഇതും ശരിയാണെന്നല്ലേ. അപ്പോൾ ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? യെസ്, നമുക്കറിയാം ഏതൊക്കെയാണ് ഇതിൽ ശരിയായിട്ട് വരുന്നത്. ആ ശരിയാണ്, ദെൻ ആ ശരിയാണ്, ഈ ശരിയാണല്ലേ. അപ്പോൾ ഏതാണ് ആൻസർ? ഓപ്ഷൻ ഉത്തരം ഏതാണ്? ആ ഈ എന്നുള്ളതാണല്ലേ. അതായത് ഓപ്ഷൻ ക ആ ഓർ ഈ സഹീഹെ എന്നുള്ളതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇച്ചു ഓർ ബിനിയ കാ ബീച്ച് കാ വാർത്താലാപ് ലിഖേ. ഇച്ചുവും ബിനിയയും തമ്മിലുള്ള വാർത്താലാപാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അവർ തമ്മിലുള്ള സംഭാഷണമാണ്. ഇച്ചുവും ബിനിയയും തമ്മിലുള്ള സംഭാഷണം നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ഓക്കെ, നമുക്ക് ഇച്ചു ബിനിയുള്ള സംഭാഷണം. ഇച്ചു എന്താ പറയുന്നത്? മേം ഗന്ന ബൻ ജാത്താഹു, മേം ഗന്ന ബൻ ജാത്താഹു, ഞാൻ എന്ത് ചെയ്യാണ്? ഒരു ഉറുമ്പായിട്ട് മാറിക്കോട്ടെ എന്ന് ചോദിക്കുകയാണല്ലോ. അപ്പോൾ ബിനിയ പറയാണ് മേം അക്കേലേ നെഹി ഹം ബഹുത് സാരി ചീണ്ടിയാം ആയി. വേണ്ട, നമുക്ക് ഒറ്റയ്ക്കല്ല, ഒരുപാട് ഉറുമ്പുകളായിട്ട് ഒന്നിച്ച് വരാമെന്ന് പറയുകയാണല്ലേ. അപ്പം ഇച്ചു പറയാണ് ഹോം ഓർ നെഹി ഹോഗി, ഗുദ്ഗുദി ഹോഗി. എന്താ പറയുന്നത്? ഇച്ചു പറയാണ് ഹും ഓർ നെഹി ഗുദ്ഗുദി ഹോഗി. അപ്പം വിനിയ പറയാണ് ഗുദ്ഗുദി നെഹി ഹോഗി. ഇച്ചു എന്താ പറയുന്നത്? ദോനും സാത്ത് സാത്ത് രഹേങ്കി. ശരി, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോകാം എന്ന് പറയുകയാണല്ലേ. അപ്പം ഇതുപോലെ ആയിരിക്കും അവർ സംസാരിച്ചിട്ടുണ്ട്. അവരുടെ കോൺവെർസേഷൻ നിങ്ങൾ എന്ത് ചെയ്തുപോലെ എഴുതുക. ഓക്കെ, ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. സൂചന ഗണ്ട് പഠേം ഓർ പ്രശ്നോ കെ ഉത്തർ ലിഖേം. ഖണ്ഡിക വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണല്ലേ. ഹർ സെൽഫ്
5 ജൂൺ കോ വിശ്വ പര്യാവരൺ ദിവസ് മനായാ ജാത്താ ഹെ. എല്ലാ വർഷവും ജൂൺ 5-ാം തീയതി എന്താണ് വിശ്വ പര്യാവരൺ ലോക പരിസ്ഥിതി ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നു. പര്യാവരൺ സംരക്ഷൺ ഹമാര കർത്തവ്യ ഹെ. പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടത് എന്നുള്ളത് എന്താണ്? നമ്മുടെ കർത്തവ്യമാണ്. ആജ് പ്രദൂഷൺ ബഡ്താ ജാ രഹാ ഹെ. ഇപ്പം എങ്ങനെയാണ് പ്രദൂഷണം എന്ന് പറഞ്ഞാൽ മലിനീകരണം അല്ലേ? മലിനീകരണം കൂടിക്കൊണ്ടിരിക്കുകയാണല്ലേ. യഹ് സബി ജീവോ കെ ലിയെ ഖത്തരാ ഹെ. ഇതെല്ലാ ജീവികൾക്കും എന്താണ്? അപകടമാണല്ലേ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വിശ്വ പര്യാവരൺ ദിവസ് കബ് മനായാ ജാത്താ ഹെ. ലോക പരിസ്ഥിതി ദിനം എന്നാണ് ആഘോഷിക്കുന്നത് എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്നാ കൂട്ടുകാരെ, യെസ്, ജൂൺ 5 ഇവിടെ തന്നെ ഉണ്ട്. 5th ജൂൺ അല്ലേ? എല്ലാ വർഷവും ജൂൺ 5-നാണ് ആഘോഷിക്കുന്നത്. ദെൻ പര്യാവരൺ സംരക്ഷൺ വിഷയ पर പോസ്റ്റർ തയ്യാർ കരേം. ഒരു പോസ്റ്റർ നിങ്ങൾ എന്തായാലും പഠിച്ചു തരിക. എക്സാമിന് തീർച്ചയായിട്ടും വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പോസ്റ്റർ വരയ്ക്കുമ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? ഒരു ബോക്സ് ഒക്കെ വരച്ച് ടൈറ്റിൽ എന്ത് ചെയ്യുക? ഒന്ന് നല്ല ബോൾഡായിട്ട് എഴുതി ഭംഗിയായിട്ട് എഴുതിയിട്ട് എന്ത് ചെയ്യുക? എഴുതുക. ഓക്കെ, ചിത്രമൊക്കെ വരയ്ക്കാൻ അറിയാവുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചിത്രമൊക്കെ വരച്ച് ചേർക്കുക. അപ്പം നമുക്കിവിടെ എന്ത് എഴുതാം? അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ബോക്സ് വരയ്ക്കാം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം? യെസ്, പരിസ്ഥിതി ഹമാരി ജാൻ ഹെ എന്നിവിടെ എഴുതി കൊടുക്കുക. ദെൻ ജൂൺ 5 വിശ്വ പര്യാവരൺ ദിവസ്, പര്യാവരൺ കാ സംരക്ഷൺ ഹമാര കർത്തവ്യ എന്നൊക്കെ എഴുതിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ഒരു പോസ്റ്റർ തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The next question, मीठा संतरा संसरण का अंश पढ़ें और प्रश्नों के उत्तर लिखें. എന്താണ്? മീഠ സന്തര എന്ന സംസരൻ്റെ ഒരു ഭാഗമാണല്ലോ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണല്ലേ. मैं जब भी शिल्लांग में बिताए 2 दिनों का याद करता हूँ तो मुझे बूढ़ी काग याद आती है. वहाँ में मल्की हिल्स में रहता था. वह हमारे घर के पास की छोटी सी गुम्मटी में बैठी मौसमी फल बेचती है. अब फर्स्ट क्वेश्चन എന്താണ്? छोटी सी गुम्मटी में विशेषण शब्द क्या है? അപ്പോൾ ഈ ചോട്ടി സി ഗുമ്മട്ടി എന്ന് നൽകിയിട്ടില്ലേ? ഇവിടെ നോക്കൂ, ചോട്ടി സി ഗുമ്മട്ടി എന്ന് വേർഡ് നൽകിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ വിശേഷൻ ശബ്ദ് ഏതാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ചോട്ടി സി എന്നുള്ളതാണല്ലേ. ചോട്ടി സി എന്നുള്ളതാണ് ഇതിൽ എന്ത്? വിശേഷൻ ശബ്ദം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ്? ചോട്ടി സി. ദെൻ പ്രസ്താവ് പഠേം ഓർ സഹി വികൽപ്പ് ചുൻകറിലേക്ക്. പ്രസ്താവന വായിച്ചിട്ട് എന്ത് ചെയ്യണം? ശരിയായിട്ടുള്ളത് എഴുതാനാണല്ലേ, തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്രസ്താവ് നോക്കൂ. ലേഖക് ഷില്ലോങ് ഗയ. देन गुम्मटी में वृद्धा नजर आई. देन युवती को पास उसकी छोटी सी लड़की भी बैठी थी. गुम्मटी में युवती अकेले बैठी थी. അപ്പോൾ തന്നിട്ടുള്ളതിൽ നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? ശരിയായ പ്രസ്താവനയാണോ തെറ്റായിട്ടുള്ളതാണോ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്? ഏതാ ചോദിച്ചിട്ടുള്ളത്? നമുക്ക് നോക്കാം. സഹി വികൽപ്പാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ തന്നിട്ടുള്ളതിൽ ഏതാണ് ശരിയായ പ്രസ്താവന? ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു നോക്കൂ. ആ ഓർ ആ സഹി ഹെ, ആ ഓർ ഈ സഹി ഹെ, ആ ഓർ ഈ സഹി ഹെ, ദെൻ ആ ഓർ ഈ സഹി ഹെ. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? തന്നിട്ടുള്ളതിൽ ശരിയായത് ഏതാണ്? യെസ്, ആ ഓർ ഈ സഹി ഹെ അല്ലേ. ആ ഓർ ഈ സഹി ഹെ. ദെൻ കഹാനിക്ക് ആധാർ പർ ക്രമപദ് കരെ. കഹാനിയെ ബേസ് ചെയ്തതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങളിത് ശരിയായ ക്രമത്തിൽ എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ലേഖക് ഷില്ലോങ് ഗയ. देन लेकर की बूदी काग की याद आई. युवती के पास उसकी छोटी भी लड़की भी बैठी थी. ഈ ക്രമത്തിലാണല്ലോ ഇത് വരേണ്ടത്. ഓക്കെ, ദെൻ ചോട്ടി സി ഗുമ്മട്ടി പ്രസ്താവ് പഠേം. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം നമുക്ക്. ओके, देन നോക്കൂ. സൂചന രൂരു കഹാനിക അംശ പഠേം ഓർ പ്രശ്നോं के उत्तर लिखे. നമ്മൾ പഠിച്ച രൂരു എന്ന കഹാനിയിലെ ഒരു ഭാഗമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ അത് വായിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണല്ലേ. പിछले रात भयानक तूफान आया था. मेरा घोंसला बिगड़ गया. कहीं मेरी बच्चे गिर न जाए. मैं गाना नहीं गा रही थी. अपने साथी को बुला रही थी. वो आ जाए थे. हम मिलकर जल्दी जल्दी घोंसला ढीक कर ले. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കഹാനി മേ മിത്ര കെ സമാൻ അർത്ഥവാലി ശബ്ദ ചുൻകർ ലിഖേ. കഹാനിയിൽ മിത്ര സെയിം മീനിങ്, നമ്മൾ ഫ്രണ്ട് എന്ന് പറയില്ലേ, അതേ അർത്ഥം വരുന്ന വേർഡ് ഏതാണ്? ഏതാണ് ഇതിൽ? സാത്തിയാണല്ലേ. ഓക്കെ, ദെൻ പ്രസ്താവ് പഠേം ഓർ സഹി വികൽപ്പ് ചുൻകർ ലിഖേം. പ്രസ്താവന വായിച്ചിട്ട് ശരിയായ
ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതാനാണ് അല്ലേ. രൂരു ചിടിയാക്കോ പീച്ചെ ചൽ പട. ദെൻ ആ ബच्चे ജമീൻ पर न बेहाल पाड़े दे. देन अम्मी ने चिड़िया को बच्चे को जेब में नहीं रख लिया. देन चिड़िया ने रूरू को गाना सिखा दिया. നമുക്ക് വികല്പം നോക്കാം. ആ और आ सही है. देन आ और ई सही है. आ और ई सही है. ആ और ഈ സഹി ഹെ. ദെൻ ആ और ഈ സഹി ഹെ. ഇതിൽ ആൻസർ ഏതാണ് വരുന്നത്? അപ്പം ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? യെസ്, ആ और ഈ സഹി ഹെ. ആ और ഈ സഹി ഹെ. ओके देन नेक्स्ट क्वेश्चन നോക്കാം. सूचना गण पढ़ें और प्रश्नों के उत्तर लिखें. मैं कबूतर हूँ. मैं शांति का प्रतीक हूँ. ഞാൻ എന്താണ്? പ്രാവാണ്. ഞാൻ ശാന്തിയുടെ പ്രതീകമാണ്. മുझे കബോത് ബി कहते हैं. എന്നെ കബോത് എന്നും വിളിക്കുന്നു. പുരാനെ जमाने में राजमहलों भी मेरा स्थान था. मैं संदेश लेकर दूर देशों में जाता था. मैं बिल्ली से डरता हूँ. എനിക്ക് എന്താണ്? പൂച്ചയെ പേടിയാണ് അല്ലേ. मुझे गेहूं का दाना बहुत पसंद है. मैं मानव का दोस्त हूँ. കബൂതർ കിസ്കാ പ്രതീക് ഹേ എന്നല്ല ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നോക്കൂ, ഫസ്റ്റ് സെൻറ്റൻസിൽ തന്നെ പറയുന്നുണ്ട് അല്ലേ. കബൂതർ ശാന്തി കാ പ്രതീക് ഹേ. കബൂതർ ശാന്തി കാ പ്രതീക് ഹേ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കബൂതർ കാ ദൂസരാ ശബ്ദ ക്യാ ഹേ. കബൂതറിൻ്റെ മറ്റൊരു പേരെന്താണെന്നാണ് അല്ലേ. മറ്റൊരു വാക്ക് എന്താണ്? ഇവിടെ നെക്സ്റ്റ് സെൻറ്റൻസിൽ പറയുന്നുണ്ട് മുझे കബോത് ബി कहते हैं. അപ്പോൾ എന്താണ് ആൻസർ? കബോത് എന്നാണ് അല്ലേ. മറ്റൊരു പേരെന്താണ്? കബോത്. ദെൻ സഹി പ്രസ്താവ് ചുൻകർ ലിഖേ. കബൂത്തർ കൗവേ സെ ഡർത്താ ഹേ. കബൂത്തർ മാനവ് സെ ഡർത്താ ഹേ. കബൂത്തർ ബില്ലി സെ ഡർത്താ ഹേ. കബൂത്തർ മോർ സെ ഡർത്താ ഹേ. എന്തിനാണ് കബൂത്തറിന് പേടി? പൂച്ചയാണ് അല്ലേ. അപ്പോൾ ആൻസർ എന്താണ്? കബൂത്തർ ബില്ലി സെ ഡർത്താ ഹേ. ദെൻ कबूतर का कौन सा दाना ज्यादा पसंद है? चावल, बाजरा, दाल, गेहूं. ഇവിടെ ലാസ്റ്റ് ഇവിടെ പറയുന്നുണ്ടല്ലേ, നോക്കൂ. मुझे गेहूं का दाना बहुत पसंद है. ഇവിടെ പറയുന്നുണ്ടല്ലേ, गेहूं का दाനയാണ്. അപ്പം എന്താണ് ഇവിടെ ആൻസർ വരിക? गेहूं. ഓക്കെ ദെൻ പുരാനെ ജമാൻ മേ രാജ്മഹലോം ബി മേരാ സ്ഥാൻ ദാ ക്യോ. എന്തുകൊണ്ടെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. കബൂത്തർ ദൂർ ദേശോं तक संदेश पहुंचता था. देन राजा लोग कबूतर को पसंद करते थे. कबूतर की आवाज़ सुरीली है. देन कबूतर महिलाओं की सुंदरता बढ़ाता है. देन कबूतर क्या? അപ്പോൾ കബൂത്തർ മഹലോം की सुंदरता ബടാത്താ ഹെ. അപ്പം ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ദൂരസ്ഥലങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? സന്ദേശങ്ങൾ എത്തിക്കാൻ സഹായിച്ചിരുന്നല്ലേ. കബൂത്തർ ദൂർദേശോം തക്ക് സന്ദേശ് പഹുഞ്ചത്താ താ. അപ്പം ആൻസർ എന്താണ്? ഓപ്ഷൻ ആ ആണ് വരുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള മോഡൽ ക്വസ്റ്റ്യൻസിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ കൂട്ടുകാരെ, നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.